ഇന്ന് നടക്കുന്ന ഈ സമ്മേളനം കാതോലിക്കേറ്റിൻ്റെ സ്ഥാപന ഉദ്ദേശം, അതുപോലെ തന്നെ സഭയുടെ സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ അറിയുന്നു. എന്നാൽ 100 വർഷത്തിന് മുമ്പ് നമ്മുടെ സഭാപിതാക്കന്മാർ അനുഭവിച്ച ആ അസ്വാതന്ത്ര്യം 1936 മാവേലിക്കര പടിയോലയും അതുപോലെ തന്നെ റോയൽ കോർട്ട് വിധിയും മുളന്തുരുത്തി സുന്നോദോസും പടിപടിയായി വൈദേശിക മേധാവിത്വത്തിൻ്റെ കൂച്ചുവലങ്ങളിൽ വരിയപ്പെട്ട് അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ട് വ്യഗ്രത പൂണ്ട ഒരു സമൂഹം, ഹിമായ നേതൃത്വം, വൈദിക നേതൃത്വം, അത് പട്ടിശ്ശേരി തിരുമേനിയെ മുടക്കിൽ അതിൻ്റെ ഒരു കൾമിനേഷനാണ്. ഇനിയും ഇതിനോട് തുടർന്നു പോകണമെങ്കിൽ മലങ്കര സഭയുടെ ഭാഗധേയം ഇവിടുത്തെ ജനങ്ങളാൽ നിർണയിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം അന്നത്തെ സഭാ നേതൃത്വത്തിനും അൽമായ നേതൃത്വത്തിനും ഉണ്ടായി. അന്ന് അവർക്ക് പരിമിതമായ ചരിത്രപരമായ അറിവുകൾ വെച്ച് ഈ സഭയുടെ സ്വാതന്ത്ര്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അവർ സ്വപ്നം കണ്ടതും ഇവിടുത്തെ ജനകീയമായ സത്വബോധത്തിൻ്റെ ഒരു പരിണിത ഫലമെന്ന നിലയിൽ 100 വർഷത്തിന് മുമ്പ് മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു. ഇന്ന് പല വിധത്തിലുള്ള കാതോലിക്കന്മാരെ ഇപ്പോൾ കാണുന്നെങ്കിലും നമ്മുടെ ആളുകൾക്ക് പോലും വാട്ട് ഈസ് ദ യുണീക്ക്നെസ് ഓഫ് അവർ ചർച്ച്, ദിസ് ഈസ് വൺ ഓഫ് ദ ചർച്ച്, മറ്റുള്ള പല സഭകളിൽ ഒന്നായി കാണും. പക്ഷെ വിദേശത്തൊക്കെ ചെല്ലുമ്പോഴാണ് ഈ സഭയുടെ സ്വാതന്ത്ര്യബോധത്തെക്കുറിച്ചും ഇതിൻ്റെ സ്വയം നിർണായക അവകാശം, ഇവിടുത്തെ മേൽപ്പെട്ടക്കാരെ തിരഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ ജനസമൂഹം, അത് മാവേലിക്കരയും കുന്നംകുളം അങ്കമാലി കുറുപ്പമ്പടിയിലും എന്ന് വേണ്ട മലങ്കര സഭയിലെ നസ്രാണികൾ ഒന്നായി ചേർന്ന് അവരുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ജനായത്തപരമായ രീതിയിൽ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുവാൻ നമ്മുടെ പൂർവികർക്ക് സാധിച്ചു. NSS SNDP ഒക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംഘടനാപരമായി ചിന്തിക്കുന്നതിനും മലങ്കര അസോസിയേഷൻ എന്നുള്ള വളരെ അപൂർവമായ വളരെ യുണീക്കായിട്ടുള്ള ഒരു സംരംഭം, എല്ലാ ഇടവകളിലെയും പ്രതിനിധികൾ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കുന്നതിന് ഈ മലങ്കര സഭയുടെ എല്ലാ ഇടവകയിൽ നിന്നും വൈദികരും അവൈദികരുമായ ആളുകൾ കൂടി എടുക്കുന്ന ഒരു തീരുമാനം, അത് അന്നത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ നിർണായകമായ ഒരു പുതിയ നൂതന സംരംഭമാണ്. അതിനുശേഷമാണ് മറ്റു പല സാമുദായിക സംഘടനകളും ഉടലെടുത്തത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മലങ്കര സഭയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന രൂപീകരിക്കുകയും ആ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടേണ്ടതിന് തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മുടെ മുൻഗാമികൾക്ക് സാധിച്ചു. അത് അന്നത്തെ കാലത്തെ ഒരു വലിയ ഒരു നേട്ടമാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പല കാലോദരിക്കന്മാരും പല വിധത്തിലുള്ള ഭരണ സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ മലങ്കര സഭയുടെ ഈ ഭരണത്തിൻ്റെ തനിമ, അതിൻ്റെ ദേശീയത, സ്വാതന്ത്ര്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് വളരെ പ്രയാസമാണ്. സാധാരണ അസോസിയേഷനൊക്കെ കൂടുമ്പോൾ എല്ലാവരും സാധാരണ പറയും നമുക്ക് അവിടെ എന്തോ ചെയ്യാനാ, വരുക കൂടുക വോട്ട് ചെയ്യുക. പക്ഷേ അതുപോലെയുള്ള ഒരു സംവിധാനം ലോകത്ത് മറ്റൊരു സഭകളിലുമില്ല. അത് അസോസിയേഷൻ തിരഞ്ഞെടുക്കപ്പെടാതെ ഒരാൾക്ക് മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുവാൻ സുന്നോദോസിനോ കാതോലിക്കായിക്കോ അധികാരമില്ല. അതേ അവസരത്തിൽ തന്നെ സുന്നോദോസിൻ്റെ അംഗീകാരം കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് പാർവത്രികമാക്കുവാൻ സാധ്യമല്ല. അങ്ങനെ പരസ്പര ബന്ധത്തിലൂടെ ജനായത്ത ഭരണം, അതുപോലെ തന്നെ എപ്പിസ്കോപ്പൽ ആൻഡ് കോൺഗ്രിഗേഷണൽ സിസ്റ്റം ഒന്നിച്ച് കൊണ്ടുവരുന്ന ഒരു ഭരണ സംവിധാനം, അത് വളരെ നൂതനവും അതുപോലെ അന്നത്തെ കാലത്തെ വളരെ വിപ്ലവകരമായ ഒരു കാൽവയ്പായിരുന്നു. അങ്ങനെ 100 വർഷത്തിന് മുമ്പ് അന്നത്തെ സഭാ നേതാക്കന്മാരുടെ പരിമിതമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ രൂപീകരിച്ച് അല്ലെങ്കിൽ അത് ക്രോഡീകരിച്ച് ഈ സഭയ്ക്ക് ഒരു കാതോലിക്കേറ്റ് രൂപീകരിക്കണം എന്നുള്ളത് നമ്മുടെ സംഘബോധത്തിൻ്റെ സത്വബോധത്തിൻ്റെ ഒരു പൂർണ്ണതയാണ്. അത് 100 വർഷം മുമ്പ് സ്ഥാപിച്ച അതേപോലെ നിലനിർത്തുവാനല്ല,
നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും ഉപയോഗിച്ച് ആലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തി അത് മുന്നോട്ട് നയിക്കുവാനും നിവർത്തിക്കുവാനും അതിൻ്റെ വിവിധ തരത്തിൽ ഇന്ന് ഈ സമൂഹത്തിൽ കാതോലിക്കേറ്റിൻ്റെ പ്രസക്തി ഉറപ്പിക്കുവാൻ സാധിക്കണം. മറ്റുള്ളവരെ വിമർശിച്ചതുകൊണ്ടോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ നമുക്കൊന്നും നേടാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് എന്ന് വ്യക്തമായി ഉത്ബോധത്തോടുകൂടി അതിൻ്റെ വിവിധ മേഖലകളെ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നടത്തുമ്പോൾ അത് ഒരു വലിയ വിജയമാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോഴാണ് മലങ്കര സഭയുടെ നസ്രാണികളുടെ സ്വാതന്ത്ര്യബോധവും അവരുടെ സമരവും പൊന്നുംകുരിശ് സത്യമായാലും അത് തുടർന്നുള്ള ഓരോ കാലഘട്ടത്തിൽ എത്രമാത്രം റോമാ സാമ്രാജ്യത്തിൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ഇവിടുത്തെ നസ്രാണികൾ ഉച്ചസ്ഥലം ഘോഷിച്ചത് യാതൊരു വൈദേശിക ശക്തിക്കും ഈ സഭയെ കീഴടക്കുവാൻ സാധ്യമല്ല. ആർക്കും ഞങ്ങൾ കീഴടങ്ങുകയില്ല, ദൈവത്തിന് മാത്രമേ കീഴടങ്ങുവാനുള്ളൂ. അങ്ങനെയുള്ള ഒരു ദേശീയ ബോധം, സ്വാതന്ത്ര്യബോധം വളർത്തിയെടുക്കുവാൻ നമ്മുടെ പിതാക്കന്മാർക്ക് സാധിച്ചു. എന്നാൽ കാലാകാലങ്ങളിൽ അതിനുള്ള പ്രയോഗത്തിലുള്ള ശൈഥില്യം കൊണ്ട് പലപ്പോഴും അതിനുള്ള ജീർണത സംഭവിച്ചെങ്കിലും ഈ കാതോലിക്കേറ്റ് ശതാബ്ദിയുടെ ആഘോഷം ആ ചിന്തകളെ ക്രോഡീകരിക്കുവാനും അത് കൂടുതൽ ശോഭയുള്ളതായി ഭാസുരമാക്കി തീർക്കുവാൻ സഭാഭാസുരൻ ഇച്ഛിച്ചതുപോലെ അന്ത്യോക്യയുമായിട്ടും റോമുമായിട്ടും അലക്സാന്ദ്രിയയുമായിട്ടും ഒക്കെ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലൊക്കെ ചെല്ലുമ്പോൾ, പല പള്ളിയിലും ചെല്ലുമ്പോൾ അവിടുത്തെ ബിഷപ്പുമാരുമൊക്കെ ചോദിക്കും, ആർ യു എ ഫാദർ എ ക്രിസ്ത്യൻ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അവരുടെയൊക്കെ വിചാരം നമ്മൾ പാശ്ചാത്യ മിഷണറിമാരുടെ പ്രസംഗം കേട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ്. പക്ഷേ അറിയാവുന്നവർക്കറിയാം. ഞാൻ അവരോട് പറയും, നിങ്ങളൊക്കെ മരത്തേലിരിക്കുമ്പോഴേ ഞങ്ങളുടെ പിതാക്കന്മാർ ദേവാലയം ഉണ്ടാക്കി ആരാധിച്ചു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു ക്രൈസ്തവ സഭയുടെ സംസ്കാരം ഇവിടെ രൂപപ്പെടുവാനും ഒരു അപ്പോസ്തലനിൽ നിന്ന് തന്നെ ആ സുവിശേഷം സ്വീകരിക്കുവാനും ഭാഗ്യം ലഭിച്ചവരാണ് മലങ്കര നസ്രാണികൾ. എന്നാൽ നമ്മുടെ ഈ സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള നമ്മുടെ ഇച്ഛയെ പലപ്പോഴും എന്തോ പാശ്ചാത്യ സംസ്കാരത്തോടുള്ള അഭിനിവേശമായിരിക്കാം, അങ്ങനെ വളരെ സ്ലേവിഷായി പലതിനെയും അനുകരിക്കുവാനുള്ള നമ്മുടെ വ്യഗ്രതയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെയും സത്വബോധത്തെയും ഒക്കെ പലപ്പോഴും ഹനിച്ചു. നമുക്ക് നമ്മുടേതായ ആരാധന, വേഷ സംവിധാനങ്ങൾ, പെരുന്നാളുകളുടെ ക്രമീകരണങ്ങൾ ഇതൊക്കെ രൂപപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എത്യോപ്യൻ സഭയിൽ നമ്മൾ വിചാരിക്കും വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണ്. പക്ഷേ അവരവരുടേതായ എല്ലാ വിധത്തിലും ലിറ്റർജി ആയാലും അതിൻ്റെ ആരാധനാ സംവിധാനമായാലും വേഷവിധാനങ്ങളായാലും എന്തിന് കയ്യിലുള്ള ശ്രീബായുടെ ഇത് തന്നെ തനതായ ഒരു സംസ്കാരം രൂപപ്പെടുത്തുന്നതിന് കോപ്റ്റിക് സഭയുടെ അധീനതയിലായിരുന്നുവെങ്കിലും അവർക്ക് സാധിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ പലതിൻ്റെയും കോപ്പിയായി അത് നിൽക്കുവാൻ നാം ആഗ്രഹിച്ചു. എന്നാൽ ഈ കാതോലിക്കേറ്റ് പുനഃസ്ഥാപനം അല്ലെങ്കിൽ സ്ഥാപനം പല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും 100 വർഷത്തിന് മുമ്പുണ്ടായ ചരിത്ര മുഹൂർത്തം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സത്വബോധത്തിൻ്റെ അതിൻ്റെ പൂർണ്ണത അത് കൂടുതൽ ഭാസുരമാക്കുവാനും ഇന്ന് അതിനുള്ള പ്രസക്തി എന്താണെന്ന് പഠിക്കുന്നതിനും അതിനെ എല്ലാ മേഖലകളിലും അതിൻ്റെ സ്വാധീനം ഉറപ്പിക്കുന്നതിനും ഈ ആഘോഷങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പലയിടത്തും ഈ ഒരു അവയർനെസ്, വാട്ട് ഈസ് ദ യുണീക്ക്നെസ് ഓഫ് അവർ ചർച്ച്, നമ്മുടെ സഭയുടെ പ്രസക്തി എന്താണ്, ആ സഭയുടെ ആരാധനാ സംവിധാനത്തിലുള്ള വൈശിഷ്ട്യം, പ്രത്യേകിച്ച് ഏത് പ്രോട്ടസ്റ്റന്റ് സമൂഹത്തിലും നമ്മുടെ ആരാധനാ സംവിധാനത്തെക്കുറിച്ചുള്ള വലിയൊരു ബഹുമാനം, അതിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള ബഹുമാനം, അത് നമുക്ക് മനസ്സിലാക്കുവാനും കുറച്ചുകൂടി ഈ സത്വബോധം നമ്മളിൽ ഗൂഢമൂലമാക്കുവാനും ഈ സ്വാതന്ത്ര്യം, ഈ പ്രഖ്യാപനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ മേഖലകളിലും ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പുരുഷന്മാർ മാത്രമേ മീറ്റിംഗ് വന്നിട്ടുള്ളൂ. മലങ്കര നസ്രാണികൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ എൻ്റെ സഭയുടെ വിശ്വാസവും
അതിൻ്റെ സ്വാതന്ത്ര്യവും 100 വർഷത്തിന് മുമ്പ് മറ്റു പല സമൂഹങ്ങൾ ചിന്തിക്കാത്തതിനപ്പുറത്ത് അവരൊരു 100 വർഷം മുമ്പ് കൂട്ടി ചിന്തിച്ച ഈ കാതോലിക്കേറ്റ് അതിൻ്റെ പ്രസക്തി പഠിക്കുവാനും ആ പ്രസക്തി നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുവാനും അതിന് പൂർവികമായ ആ പ്രൗഢിയോടുകൂടി അത് നിലനിർത്തുവാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ജീവിതവും ജീവനുമൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടു. ആ പൂർവ്വപിതാക്കന്മാരെ എല്ലാം ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഇതുപോലെയുള്ള ചെറിയ മീറ്റിങ്ങുകൾ ഈ പഠനം പൂർണ്ണമാക്കുവാനും കൂടുതൽ ആശയങ്ങൾ രൂപപ്പെട്ട് ഇതിന് കൂടുതൽ തെളിമയും അതുപോലെ തന്നെ ശ്രേയസ്സും നൽകുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.